2-3 റീൽസ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് എൻ്റെ അമ്മയുടെ മറന്നു കിടന്ന 2-3 സ്വഭാവ വിശേഷങ്ങളെ പറ്റി ഞാൻ ആലോചിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ റീൽസിലെല്ലാം തന്നെ കണ്ടുവരുന്ന ആ സെയിം സ്വഭാവം. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം എല്ലാരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മയുടെ ഫോണിന്റെ മണിനാദം നാം 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 മുഴങ്ങുന്നത്. അപ്പോഴത്തേക്കും അമ്മ ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ടുണ്ട് അമ്മ, ഹലോ ആ അയ്യോ ആ ആഹാ എന്ന് വെക്കുമ്പോ എന്റെ അപ്പന്റെ ഒരവസ്ഥ എന്നാന്ന് വെച്ചാൽ, അറിയപ്പെടുന്ന അല്ലെങ്കിൽ അടുപ്പമുള്ള ആരെങ്കിലും ആണോ മരിച്ചത് എന്നുള്ള ആ ഒരു വ്യഗ്രതയിൽ എന്റെ അപ്പൻ ചാരുകസേരയിൽ സുഖമായിട്ടിരിക്കുന്ന എന്റെ അപ്പൻ അവിടുന്ന് എണീക്കണോ വേണ്ടയോ എന്നറിയാതെ ഈ ചാരുകസേരയിൽ എണീക്കാതെയും എന്നാ മുഴുവനിരിക്കാതെ ഇങ്ങനെ നിൽക്കും. ആര് ഒന്ന് ചോദിച്ചോട്ടെ. ഉടനെ അമ്മ ഫോൺ ചെവിച്ചോണ്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഉറപ്പ് വെച്ചിട്ട് പറയാനായിരിക്കും നോക്കി. അപ്പൊ നമ്മളോട് ഇടി ആരാ എന്നിരിക്കും. ഞാൻ ആരാ എന്നാന്നോട് മൊത്തത്തിൽ ബഹളമാവും വീട്ടിൽ. എന്നിട്ട് അമ്മ എന്റെ ദൈവമേ എന്നൊക്കെയുള്ള കുറെ അഭ്യാസങ്ങൾക്ക് ശേഷം അമ്മ ഫോൺ വെക്കുമ്പോ അപ്പൻ ചോദിക്കും, ഇടി എന്നതാന്ന് അമ്മ പറയും, നമ്മുടെ ജോലിക്കാരൻ ആരെ വരത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അമ്മയൊന്ന് വീണു, അതുകൊണ്ട് നാളെ വരത്തില്ലെന്ന് പറയാൻ വിളിച്ച. അതിന് ഇത്രയും എക്സ്പ്രഷൻ മാറ്റി ഇട്ടോണ്ടിരുന്നത് എന്തിനാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. പിന്നെ എന്റെ അമ്മയും ഞാനും എപ്പോഴും യുദ്ധം ഉണ്ടാക്കുന്ന വേറൊരു കാര്യമായിരുന്നു, ഞാൻ എപ്പം ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാറും ഞാൻ അമ്മയോട് പറയും, അമ്മേ ഞാൻ ഹെഡ്സെറ്റ് വെച്ചേക്കാ, വിളിച്ചാൽ കേൾക്കത്തില്ല. 1.5 മണിക്കൂർ കഴിയുമ്പോ പുല്ലാതെ എന്നൊരു വിളി കേൾക്കാം. അപ്പൊ നമ്മളൊരു ഹെഡ്സെറ്റ് വെച്ചില്ല, അമ്മേ എന്നാ അമ്മേ അവിടെ നനക്കവില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ അമ്മയ്ക്ക് എന്നാന്നൊക്കെ പറഞ്ഞ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കിടക്കും. അപ്പൊ എന്റെ മനസ്സിൽ കൂടെ വേണ്ടാത്ത ചിന്തകളെല്ലായിരിക്കും. തലവല്ലി രീനിട്ട് വിളിച്ചതായിരിക്കോ, അല്ലെ പട്ടിയിട്ട് ഓടിച്ചിട്ട് വിളിച്ചതായിരിക്കോ, എന്തേലും പറ്റിയിട്ട് വിളിച്ചതായിരിക്കോ. ഞാൻ ഈ റൂമിൽ കിടന്ന് തിരിച്ച് എന്താ എന്ന് വിളി കേൾക്കും. തിരിച്ചൊരു ഒച്ചപ്പെട്ടും ശ്വാസം വിടുന്ന ഒച്ച പോലും ആ വീട്ടിൽ കാണത്തില്ല. തിരിച്ചു ചെല്ലുമ്പോ ആ ഡൈനിങ് ടേബിൾ, അതായത് റൂമിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ടായിരിക്കും. ഫോണിലൊക്കെ നോക്കി എന്നിട്ടാണ് ഏരിയ ഫാൻ്റെ സ്വിച്ച് എന്നിട്ടേക്കടി എന്ന്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചോ കൂട്ടിക്കാണാം. ഇതുപോലെ ഇതേ സമയത്ത് അമ്മ വിളിച്ചിട്ട് നമ്മളെങ്ങാനും ആ വിളി കേൾക്കാതിരുന്നെങ്കിലോ നമ്മളെ കണ്ടുപിടിച്ചുമ്പോ മടല് കീറിയേറിയായിരുന്നു. ഇക്വാലിറ്റി ഇല്ലാത്തൊരു വീടായിരുന്നു എന്റേത്.